സൂക്ഷിച്ചു നോക്കണ്ട, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെയല്ല. എക്സൈസ് മന്ത്രി എം ലിജുവിൻ്റെ ഛായയുള്ള മാന്നാർ സ്വദേശി കോശിയാണിത്. എം ലിജു ആണെന്ന് ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? പല സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് തിരുത്താനും ശ്രമിച്ചിട്ടുണ്ട്. എം ലിജു മന്ത്രിയായപ്പോഴാണ് വീണ്ടും ഈ ഫോട്ടോ വ്യാപകമായി അങ്ങ് പ്രചരിക്കുന്നത്. അതെ, ഇത് മുൻപേ അദ്ദേഹം DCCയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴൊക്കെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ വന്നത് ഭാരത് ജോഡോ യാത്രയുടെ സമയത്താണ്. ആ ഒരു സമയങ്ങളിൽ പലരും ഇങ്ങനെ കൈ കാണിക്കും. അപ്പം ഞാനും കുറേ പേരെയൊക്കെ കൈ കാണിക്കും. അങ്ങനെ കൈ കാണിക്കാൻ പറ്റാതെ വന്ന് പലർ ശ്രദ്ധ കിട്ടിയില്ല എന്നുള്ളത് വെച്ചിട്ട് പരാതി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കോശി എന്ന് പറഞ്ഞ ഒരാളാണ് എന്നുള്ളത് പബ്ലിക്കിലേക്ക് വന്നു. ഞങ്ങൾ തമ്മിൽ പേഴ്സണലി അറിയും. ഇപ്പോൾ എം ലിജു മന്ത്രി കൂടിയാണ്. അപ്പോൾ ഈ രൂപമൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ലിജുചേട്ടനെ കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ല, അത് ഞാൻ വളരെ ശ്രദ്ധ അതിനകത്ത് പുലർത്തുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു കാലമാണല്ലോ ഇപ്പോൾ. അപ്പം അങ്ങനെ ഒരു അബദ്ധങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. നിങ്ങൾ ഈ ഒന്നിച്ച് ഉള്ള അവസരങ്ങളിൽ പരസ്പരം ആളുകൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടോ നിങ്ങളെ? ഇല്ല, അങ്ങനെയുള്ളപ്പോഴും കൃത്യമായ എപ്പോഴായാലും ഒരേ ഒരു 100% അല്ലല്ലോ. അപ്പോഴും അറിയാം മിനിസ്റ്ററെ, കൃത്യമായ മിനിസ്റ്ററും എന്നെ തിരിച്ചറിയാൻ പറ്റുമല്ലോ. പക്ഷേ ഒരു ദൂരെ നിന്നുള്ള ഒരു ദൂരക്കാഴ്ചയിലോ അല്ലെങ്കിൽ ചില പിക്ചറുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാമ്യമാണ്. പക്ഷേ രണ്ടുപേരും കൂടെ നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനകത്തുള്ള വ്യത്യാസങ്ങൾ പബ്ലിക്കിന് തിരിച്ചറിയാൻ പറ്റും. അപ്പം ഇങ്ങനെ ഇതിപ്പോഴേ നമ്മുടെ മാന്നാർ പഞ്ചായത്തിലെ ഒരു ജീവനക്കാരന് ഞാനൊരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ കൗതുകത്തിന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടതാണ്. അപ്പോൾ ഇദ്ദേഹം മിനിസ്റ്ററൂടെ ആയപ്പോഴത്തേക്ക് അതൊരു വേറെ ഇതിലേക്ക് റീച്ചായി. കോൺഗ്രസ്സുകാരനാണ് കോശി. അപ്പം എം ലിജു മന്ത്രിയായതോടുകൂടി കോശിയുടെ ഒരു പ്രശസ്തിയൊക്കെ കൂടിയിരിക്കുകയാണ്. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.